നമസ്കാരം. ജ്യോതിഷപരമായ കാര്യങ്ങൾ അവതരിപ്പിക്കുന്ന അമൃതവർഷിണി യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഇന്ന് പറയുന്നത് രേവതി നക്ഷത്ര ജാതരുടെ ജൂൺ മാസഫലമാണ്. കർമ്മരംഗത്ത് ഈ നക്ഷത്ര ജാതർക്ക് അഭിവൃദ്ധി ഉണ്ടാകുന്ന കാലഘട്ടമാണ്. ഇവരുടെ ജീവിതത്തിൽ ശുഭകാര്യങ്ങൾ നടക്കുന്ന സമയം കൂടിയാണ്. വിവാഹപ്രായം എത്തിയവർക്ക് വിവാഹം നടക്കുവാനുള്ള സാധ്യതയുണ്ട്. കുറേ കാലമായി സന്താനങ്ങളില്ലാതെ വിഷമിച്ചിരുന്നവർക്ക് സന്താനയോഗവുമുണ്ട്. ഇവർ ഏറ്റെടുത്ത കാര്യങ്ങളൊക്കെ ഭംഗിയായി നിർവഹിക്കുവാൻ ഇവർക്ക് സാധിക്കുന്നതുമാണ്. എന്നാൽ മുൻകോപം, മുഖത്തടിച്ചുള്ള സംസാരം ഇവയൊക്കെ പലപ്പോഴും ദോഷഫലങ്ങൾ ഉണ്ടാക്കുന്നതാണ്. ഈ നക്ഷത്രജാതരായ വിദ്യാർത്ഥികൾക്ക് അത്ര മെച്ചപ്പെട്ട സമയമായിരിക്കില്ല. പഠനകാര്യത്തിൽ അലസതയുണ്ടാകുവാനുള്ള സാധ്യതയുണ്ട്. സുഹൃത്തുക്കളിൽ നിന്നും കുടുംബാംഗങ്ങളിൽ നിന്നും സഹായ സഹകരണം ലഭിക്കുന്ന കാലഘട്ടം കൂടിയാണ്. പ്രതീക്ഷിക്കാത്ത സന്ദർഭത്തിൽ ധനാഗമം ഉണ്ടാകുമെങ്കിലും ചെലവ് കൂടിക്കൊണ്ടിരിക്കും. വരവിനേക്കാൾ കൂടുതൽ ചെലവ് വരുന്ന സമയം കൂടിയാണ്. ജോലിസ്ഥലങ്ങളിൽ പുതിയ ഉത്തരവാദിത്തങ്ങളൊക്കെ ഇവർ ഏറ്റെടുക്കുന്നതുമാണ്. കലാസാഹിത്യ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് അവരുടെ ആശയ്ക്കൊത്ത് ഉയരുവാൻ പ്രയാസമാണ്. എന്നാൽ ഇവർക്ക് സഹപ്രവർത്തകരുടെ സഹകരണവും ലഭിക്കുന്നതാണ്. രാഷ്ട്രീയക്കാർക്ക് ആത്മവിശ്വാസവും കരുത്തുമൊക്കെ വർദ്ധിക്കുന്നതുമാണ്. ഈ നക്ഷത്രജാതരായ ബിസിനസ്സുകാർക്ക് അവരുടെ ബിസിനസ് വിപുലീകരിക്കുവാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ പുതിയ സംരംഭങ്ങൾ തുടങ്ങുവാനുള്ള സാധ്യതയുമുണ്ട്. ഏത് കർമ്മരംഗത്തായാലും ഉത്സാഹപൂർവം അവരുടെ പ്രവർത്തികൾ അവർ ചെയ്യുന്നതാണ്. വിദേശ രാജ്യങ്ങളിലുള്ളവർക്ക് അവരുടെ ഉദ്യോഗത്തിൽ ഉയർച്ചയുണ്ടാകുന്നതുമാണ്. ഈ നക്ഷത്രജാതരായ സ്ത്രീകൾക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ പഴി കേൾക്കേണ്ടതായിട്ട് വരുന്നതുമാണ്. ആരോഗ്യപരമായ കാര്യങ്ങളിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുമാണിവർ. വാദസംബന്ധമായ അസുഖങ്ങൾ ഉള്ളവർ സൂക്ഷിക്കേണ്ട സമയമാണ്. ചിലപ്പോൾ ആശുപത്രിവാസവും വേണ്ടിവരാം. ഇപ്പോൾ ശനി, കേതു എന്നീ ഗ്രഹങ്ങളുടെ ദശാപകാര കാലഘട്ടം നടക്കുന്നവർ ദോഷപരിഹാരം ചെയ്യേണ്ടതാണ്. ശനിയാഴ്ച ദിവസം ശാസ്താക്ഷേത്ര ദർശനം നടത്തുകയും ശാസ്താവിന് നെയ്വിളക്ക് സമർപ്പിക്കുകയും എല്ലാ ചൊവ്വാഴ്ച ദിവസവും ദേവീക്ഷേത്ര ദർശനം നടത്തുകയും ദേവിക്ക് വിളക്ക് സമർപ്പിക്കുകയും ചെയ്യേണ്ടതാണ്. രേവതി നക്ഷത്രജാതർ ജൂൺ മാസം ദോഷപരിഹാരാർത്ഥമായി ശിവക്ഷേത്ര ദർശനം തിങ്കളാഴ്ച ദിവസം നടത്തുകയും ശിവക്ഷേത്രത്തിൽ മൃത്യുഞ്ജയ മന്ത്ര പുഷ്പാഞ്ജലി കഴിപ്പിക്കുകയും വെള്ളിയാഴ്ച ദിവസം ദേവീക്ഷേത്ര ദർശനം നടത്തുകയും ദേവീക്ഷേത്രത്തിൽ അർച്ചന കഴിപ്പിക്കുകയും ചെയ്യേണ്ടതാണ്. നന്ദി, നമസ്കാരം.